നമസ്കാരം, ഇത് IBN മലയാളം. 94 വയസ്സുള്ള ഹംഗറിക്കാരനായ ജോർജ് സോറസ് ഇന്ന് ഇന്ത്യയിൽ വിവാദ പുരുഷനായി മാറുകയാണ്. അതുപോലെ ലോകമെമ്പാടും പല വിവാദങ്ങളുടെയും തലപ്പത്ത് ഇന്ന് സോറോസിന്റെ പേരുണ്ട്. രാജ്യത്തിന്റെ രണ്ട് മുഖ്യധാരാ പാർട്ടികൾ സോറോസിന്റെ പേരിൽ രാജ്യസഭയിൽ തമ്മിലടിച്ചത് നമ്മൾ കണ്ടതാണ്. ദേശീയ മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ടും എല്ലാ വിഷയങ്ങളിലും അന്തിച്ചർച്ച നടത്താറുള്ള കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും സോറോസിന്റെ ഫണ്ടിങ്. ഒറ്റ വാക്കിൽ മിഠായി കടലാസിൽ പൊതിഞ്ഞ പാഷാണം എന്ന് ജോർജ് സോറോസിനെ വിശേഷിപ്പിക്കാം. കേട്ടാൽ മനോഹരമെന്ന് തോന്നിപ്പിക്കുന്ന, ജനങ്ങളെ ത്രസിപ്പിക്കുന്ന ആശയങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന വ്യക്തിത്വമാണ് സോറോസിൻ്റേത്. ഉദാഹരണത്തിന് ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ്, ജസ്റ്റിസ്, ഇക്വാളിറ്റി അങ്ങനെ നീളുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ മറവിൽ ഈ വ്യക്തി നടപ്പാക്കുന്ന അജണ്ടകൾ അതിഭീകരവും ഭയപ്പെടുത്തുന്നതുമാണ്. പൈസ എറിഞ്ഞ് എങ്ങനെ ലോക പൊളിറ്റിക്സിനെ നെഗറ്റീവ് ആക്കാമെന്ന വിഷയത്തിൽ PhD എടുത്ത വ്യക്തി എന്ന് കൂടി വേണമെങ്കിൽ സോറോസിനെ വിശേഷിപ്പിക്കാം. ക്രിസ്ത്യാനിറ്റി വില കൽപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളോടും അതിനെയൊക്കെ ഖണ്ഡിക്കുന്ന നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ജൂതൻ കൂടിയായ സോറോസ്. ഉദാഹരണത്തിന് LGBTQ, അബോർഷൻ റൈറ്റ്സ്, ജെൻഡർ ഇക്വാളിറ്റി, ദയാവധം, ഇതിനെയെല്ലാം വിപരീതമായിട്ട് പ്രവർത്തിക്കാനും നിലപാട് സ്വീകരിക്കാനുമാണ് സോറോസിന് ഇഷ്ടം. അതായത് അരാജകത്വം സൃഷ്ടിക്കൽ എന്നത് തന്നെ. കൂടാതെ ലോകത്ത് ലെഫ്റ്റ് ലീനിങ് മെന്റാലിറ്റി ഉള്ള ഗവൺമെന്റുകളെ സ്ഥാപിക്കുക എന്നൊരു അജണ്ട കൂടി ഇദ്ദേഹത്തിനുണ്ട്. അതിനായി സോറോസ് ചെയ്യുന്നതോ ചാരിറ്റിയുടെ മറവിൽ ഒരു രാജ്യത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആകുക, ചാരിറ്റിയുടെ മറവിൽ നിർധരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുക, പാവങ്ങളെ സഹായിക്കുക, അതിൻ്റെ മറവിൽ ഓരോ NGOകൾ സ്ഥാപിക്കുക, ആ NGOകൾ വഴി ഒരു പാരലൽ യൂണിവേഴ്സ് തന്നെ സൃഷ്ടിക്കുക. BJP ആരോപിച്ചതുപോലെ തന്നെ സോറോസിന്റെ പപ്പറ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, ഇന്റലക്ച്വൽസ് അങ്ങനെ ഒരു പാരലൽ സിസ്റ്റം തന്നെ കോടികൾ വാരിയെറിഞ്ഞ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവരെ ഉപയോഗിച്ച് ആ രാജ്യത്ത് ഒരു റിജീം ചേഞ്ച് അല്ലെങ്കിൽ ഭരണകൂട മാറ്റം ഉണ്ടാക്കുന്നു. ഏറ്റവും അടുത്ത കണക്ക് ഏകദേശം 6 ബില്യനാണ് സോറോസിന്റെ ആസ്തി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫണ്ടിങ് ആകട്ടെ മില്യൺ കണക്കിനുമാണ്. മോദി വീണ്ടും ഭരണത്തിൽ വരരുത് എന്നത് കോൺഗ്രസിന്റെ മാത്രം താല്പര്യമായിരുന്നില്ല, പല ലോകരാജ്യങ്ങളുടെയും ആഗ്രഹമായിരുന്നു. ഡോളറിനെ തള്ളിപ്പറഞ്ഞ ഒരാളോടും അമേരിക്ക പൊറുത്തിട്ടില്ല. യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ എണ്ണ വിലയ്ക്ക് വാങ്ങി. അതായത് റഷ്യയുടെ എണ്ണ ഇന്ത്യ വാങ്ങിയത് എങ്ങനെയായിരുന്നു? ഇന്ത്യൻ രൂപ കൊടുത്ത്. പെട്രോൾ ഡോളറിനേറ്റ കനത്ത ആഘാതമായിരുന്നു അത്. അന്ന് 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യ വളരെ വേഗം മുന്നിലേക്ക് കയറി വന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ 2ാമത്തെയോ 3ാമത്തെയോ സാമ്പത്തിക ശക്തിയായി മാറിയേക്കുമെന്ന് IMF പോലും പറയാൻ തുടങ്ങി. ഒരുപക്ഷെ അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. അത് പാശ്ചാത്യ ലോകത്തിൻ്റെ ആശങ്കയായിരുന്നു. അങ്ങനെ മോദിയുടെ ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയാകുന്നത് പാശ്ചാത്യ ബിസിനസ് മാഫിയ വളരെ അസൂയയോടെയാണ് നോക്കിക്കണ്ടത്. അതുകൊണ്ട് മോദിയെ തകർക്കണം. മോദിയെ തകർക്കാൻ BJPയെ തകർക്കണം. അത് ഇന്ത്യ വിരുദ്ധരായ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. അരവിന്ദ് കെജ്രിവാളും അഖിലേഷ് യാദവ് മുതൽ എന്തിനേറെ രാഹുൽ ഗാന്ധി വരെ അവരുടെ ടൂളായി മാറുകയായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷവും അവരുടെ മുഖ്യ ശത്രുവിനെതിരെ ഒരുമിച്ച് രംഗത്തിറങ്ങി. ഒന്നുറപ്പിക്കാം, സോറോസിന്റെ ഫണ്ട് ഉറപ്പായും ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമ സിംഹങ്ങളും ആവോളം വാങ്ങി പോക്കറ്റിലിട്ടിട്ടുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്നൊരു സംവിധാനം ഇന്ന് ലോകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് US ആണ്. US ബേസ് ചെയ്ത് ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ സ്വാധീനം ചെലുത്താൻ ഡീപ് സ്റ്റേറ്റ് എന്ന സംവിധാനത്തെ ഉപയോഗിക്കുന്നു. ഡീപ് സ്റ്റേറ്റിന്റെ ഔദ്യോഗിക മാഫിയ തലവനാണ് ശതകോടീശ്വരനായ ജോർജ് സോറസ്. ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലെ ഭീമൻ കൂടിയാണ് ഇയാൾ. സോറോസിന്റെ NGOകളിൽ നിന്ന് ലോകത്ത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പലതും രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതും. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സോറോസിനൊരു വലിയ നായക വേഷമാണ് കൊടുത്തിട്ടുള്ളത്. അതിമാനുഷികൻ എന്നുവരെ സോറോസിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിക്കുന്നു എന്നതാണ് വാസ്തവം. ശരിക്കും അത് അപകടമാണ്. US ബാങ്കിങ്ങിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും മുൻകൂട്ടി പ്രവചിക്കാൻ സോറോസിന് സാധിച്ചിട്ടുണ്ട്. കുടുംബ മൂല്യങ്ങൾക്കോ സാമൂഹ്യ മൂല്യങ്ങൾക്കോ സോറോസിന് യാതൊരു വിലയുമില്ല. അതായത് ലോകത്ത് വലിയൊരു അരാജകത്വം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് സോറോസിന്റെ നീക്കം. തിന്മയുടെ പ്രവർത്തനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് സോറോസ്. ബറാക് ഒബാമയുടെ കടന്നുവരവോടുകൂടി അമേരിക്കയുടെ ഡെമോക്രാറ്റിക് പോളിസിക്ക് തന്നെ മാറ്റം വന്നു. ഒബാമയുടെ സമയത്ത് അമേരിക്കൻ ഇലക്ഷനിൽ സോറോസിന്റെ ഇടപെടൽ വലുതാണ്. ക്ലിന്റന്റെയും ബൈഡന്റെയും ഇലക്ഷനുകളിലെല്ലാം ഈ സ്വാധീനമുണ്ട്.
മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഭരിച്ചിരുന്നത് ഒബാമയാണ്. ഡീപ് സ്റ്റേറ്റിന്റെ രാഷ്ട്രീയ മുഖമായി ഒബാമയും സാമ്പത്തിക മുഖമായി സോറോസും ഉണ്ടായിരുന്നു. പിന്നീട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആശയങ്ങളിൽ തന്നെ വലിയ മാറ്റമുണ്ടാകുന്നു. സമൂഹത്തിന്റെ ധാർമ്മികതയെ പോലും ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് മാറിയത്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഇദ്ദേഹം സ്വാധീനിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഹീനമായ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുലിനും പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും ഇല്ല. സോറോസിനെ അനുകൂലിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല എന്നും മാത്രം. മറ്റൊരു കാര്യം എന്തെന്നാൽ, ജന്മം കൊണ്ട് ജൂതനാണെങ്കിലും ഇസ്രയേലിനെതിരാണ് സോറോസ്. പലസ്തീൻ അനുകൂലിയാണ്. വെസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ള എല്ലാ കലാപങ്ങളുടെയും സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് സോറോസ് ആണ്. എന്തിനേറെ പറയുന്നു, ബംഗ്ലാദേശിലടക്കം. ബംഗ്ലാദേശിലെ കലാപത്തിൽ മുഹമ്മദ് യൂനസിന്റെ മിക്ക ഇടപാടുകളിലും സോറോസിന്റെ പങ്കുണ്ട്. അതിനുദാഹരണമാണ് സോറോസിന്റെ ദൂതൻ വന്ന് യൂനസുമായി കൂടിക്കാഴ്ച നടത്തിയത്. സോറോസിന്റെ ആശയം ബിസിനസ് പരമല്ല, തികച്ചും രാഷ്ട്രീയപരമാണ്, അതും ആഗോള രാഷ്ട്രീയം. അഭയാർത്ഥി പ്രവാഹത്തെയൊക്കെ സ്വാഗതം ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാതെ കോൺഗ്രസ് പറയണം, എന്തിനു വേണ്ടി സോറോസിനെ കണ്ടു, എന്തുകൊണ്ട് ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന്. ഇന്ത്യയിലെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഒന്ന് നോക്കിയാൽ എല്ലാവരും BJPക്ക് 400 സീറ്റ് ഊഹിച്ചു. അത് BJP പറഞ്ഞതിനേക്കാൾ പറഞ്ഞത് മറ്റുള്ളവരാണ്. പക്ഷേ അവർക്ക് കിട്ടിയത് അതല്ല. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിക്കകത്തേക്കും പണം ഒഴുകിയിട്ടുണ്ട്. ഈ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണെന്ന് ഉറപ്പാണ്, സോറോസിന്റെ കയ്യിൽ നിന്നാണ്. അതിന്റെ പിന്നിലെ അജണ്ട മറ്റൊന്നുമല്ല, ഇന്ത്യയെ തകർക്കണം, ഇന്ത്യയുടെ മൂല്യങ്ങളെ തകർക്കണം, ഇന്ത്യയെ നാമാവശേഷമാക്കണം, ഇന്ത്യയിലെ ബിസിനസ് സാമ്പത്തികത പിടിച്ചടക്കണം. ഇത് ആളുകൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, മലയാള മനോരമയ്ക്ക് പോലും അതിന് പറ്റിയിട്ടില്ല. ഇന്ത്യയെ തകർക്കാൻ സോറോസ് ഒഴുക്കിയ നാണയത്തിൽ ജയന്തു മാമൻ മാത്യു വരെ കണ്ണിയായി. ഒഴുകിയതോ $500 മില്യൺ. കർഷക പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന കലാപം, രാഹുലിന്റെ ജോഡോ യാത്ര തുടങ്ങി മോദി സർക്കാരിനെതിരെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഇന്ധനമായത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പണമായിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയതോടെ അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തടയിടുകയാണ്. ദേശീയ സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ സഹായം തേടിയ കോൺഗ്രസ് മാപ്പ് പറയണം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.